ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ നേഴ്സസ് ഡേയുടെ 3ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം സ്പോർട്സ് ഡേ ആയിരുന്നു, പിന്നെ ആർട്സ് ഡേ ആയി, പിന്നെ ഇന്നത്തെ ദിവസം എന്താ? ഇന്നത്തെ ദിവസം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എഴുതണതും കവിത പാടണം, എഴുതണത്, പിന്നെ അത് കഴിയുമ്പോഴായിട്ട് കവിത പാടണത്, എഴുതണത്, പിന്നെ പ്രഭാഷണം, കവിത രചന, കഥാരചന, കഥ എഴുതല്, ഇതൊക്കെയാണ് ഉള്ളത്. ഇവള് ഉപന്യാസത്തിനും കഥയ്ക്കുമാണ് ഉള്ളത്. ഞാനാണെങ്കിൽ കഥയ്ക്കാണുള്ളത്. ആക്ച്വലി നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് പോകാൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പോകാൻ മടിയായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾക്ക് നമ്മൾ കൂടിയത്. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിവുള്ളതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കിസ്സൊക്കെ ജയിച്ചപ്പോൾ എവിടെ എത്തിയാണ്. അതെ അതെ, നമ്മളെ കൂട്ടിയില്ല ശരി. കുഴപ്പമില്ല, നിൻ്റെ കഴിവ് മറ്റേ കഥ എഴുതി കാണിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഇന്ന് ഈ പരിപാടിക്കൊക്കെയാണ് ഉള്ളത്. സോ പരിപാടി ഇത് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. 8 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്. പിന്നെ ഇതൊക്കെ ഇപ്പോൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗിൽ കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും കാണണം. ബൈ ഗൈസ്. ഇന്ന് ഇവർ 3 പേരാണ് രജിസ്ട്രേഷനിൽ ഇരിക്കണത്. അപ്പം ഇന്ന് എന്തൊക്കെ പരിപാടിയാണ് ഗൈസ് ഇവിടെ ഉള്ളത്? ക്വിസ്. അപ്പം ഇന്ന് ആര് ജയിക്കുന്ന നിങ്ങൾക്ക് തോന്നണത്? ജയിക്കും. വേറെ കുഴപ്പമില്ല, കിട്ടും. കാരണം ധൈര്യമില്ല, അവരാരും എത്തിയിട്ടില്ല ഇവിടെ. അതുകൊണ്ട് നമ്മൾ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞങ്ങൾ കഥാരചനയ്ക്കും പിന്നെ ഉപന്യാസത്തിനായിരുന്നു ആദ്യം കൂടിയത്. പിന്നെ അവിടെ ചെന്നപ്പോൾ പ്ലാൻ മൊത്തം മാറി. ഞാനാണെങ്കിൽ ഡ്രോയിങ് കോമ്പറ്റീഷനും അവൾ ക്യൂസിനും കയറി. പക്ഷെ അത് എന്തുകൊണ്ടും നല്ലതായിരുന്നു ക്യൂസ്. നമ്മുടെ ഫറാനക്ക് ക്യൂസിന് ഫസ്റ്റ് കിട്ടി. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഡ്രോയിങ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ആണ്. ഇത് ഫസ്റ്റ് ആള്, സെക്കൻഡ് ആളും തേർഡ് ആള്. കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല. സോ ഇവർ 3 പേരാണ് നമ്മുടെ ഇവർ 3 പേരാണ് മത്സരിക്കാൻ പോണത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് വരച്ച് കൂട്ടുന്നതെന്ന്. ഇതിനൊക്കെ വരയ്ക്കാൻ അറിയോ? ഇതാണ് ടൂൾസ്. ഇന്നത്തെ ടൂൾസ് ഇതൊക്കെയാണ്. ഇത് വെച്ചാണ് ഇത് ഇവള് വരയ്ക്കാൻ പോണത്. വരച്ച് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ ലാസ്റ്റ് ഔട്ട്കം എന്തായിട്ട് പറഞ്ഞാൽ ലാസ്റ്റ് ഔട്ട്കം എന്നാണോ? ലാസ്റ്റ് റിസൾട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയിൽ മീനാക്ഷിയല്ലോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്ലാനൊക്കെ മാറി. ഞാനും അവരുടെ കൂടെ ഡ്രോയിങ് കോമ്പറ്റീഷന് കൂടി. ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ആന. തടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ആന, അതായിരുന്നു ടോപ്പിക്ക്. അങ്ങനെ അവസാനം എങ്ങനെയോ വരച്ച് ഒപ്പിച്ച് എല്ലാവരും കൂടെ. ഇതാണ് നമ്മുടെ ഇൻഫ്ലുവൻസർ അഭിരാമി. അഭിരാമിയുടെ ഡ്രോയിങ് ആണ് ഇത്. തടി വലിക്കുന്ന ആന. അപ്പോൾ അഭിരാമി അത് വളരെ മനോഹരമായി കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഇതാണ് അക്ഷയ് വലിക്കുന്ന ആന. അത് മില്ലിൽ നിന്ന്, അത് മില്ലിൽ നിന്നും ഇറക്കുമതി ചെയ്ത തടിയാണ് വലിക്കുന്നത്. ഇത് പപ്പു, സോറി വന്ദന പപ്പു. വന്ദനയുടെ ആനയാണിത്. ശ്രീലക്ഷ്മിയുടെ ആനയാണിത്. ഇത് കൃഷിയെന്നോ ആകസ്മികമായ കഴിവാണിത്. ഇതാണ് ശരിക്കുള്ള അതെ, തീറ്റ കൊടുക്കാണ്ട് ഇട്ടിരുന്ന ആനയാണിത്. അപ്പൊ നമ്മുടെ ഡ്രോയിങ്ങിന് അവസാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം എൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ വരയ്ക്കുന്നത് അറിയാം. കാരണം നമ്മളിവിടെ വച്ച്
നമുക്ക് അവരുടെ ഡ്രോയിങ് കാണണ്ടേ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പെൻസിൽ ഡ്രോയിങ് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് പ്രസംഗമായിരുന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ജിത്തു ഹനു ആയിരുന്നു കൂടിയത്. അനുവിൻ്റെ വീഡിയോ പറ്റിയില്ല. പിന്നെ നമുക്ക് ജിത്തുവിന് പ്രസംഗത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്ദനയ്ക്ക് കവിതാ പാരായണത്തിന് സെക്കൻഡും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം വാട്ടർ കളറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് കൃഷ്ണേന്ദും ശ്രീലക്ഷ്മിയും അതുപോലെ അക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റാഫ് കാറ്റഗറിയിൽ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസ്. അതായിരുന്നു അവരുടെ അടുത്ത് വരയ്ക്കാൻ പറഞ്ഞത്. ഇത് ആൻ്റിയാണോ? ഞാൻ ചേച്ചി ഇതോ ആരായി തള്ള? തള്ളയാ? ആരുടെ തള്ള? നിന്നെ കണ്ട എന്റെ തള്ളയാണെന്ന് തോന്നലോടി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.